അപ്പോ വൈദ്യരെ കാണാൻ വന്നിരിക്കുന്നവരല്ലേ എല്ലാവരും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. മത്സ്യമാംസാദികൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് പുറത്തുപോയി സോപ്പ് ഇട്ട് കൈ കഴുകിയിട്ട് കയറുക. അതിന് ബുദ്ധിമുട്ടുള്ളവർ ദയവേത് പുറത്തേക്ക് പോവുക. പിന്നെ ഫോണ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുക, റീലെടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതാണ്. വൈദ്യുതി വരുവാൻ സമയമായി, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ. ഓക്കെ. ഇരുന്നോളൂ. നമസ്കാരം. ആദിത്യനെ ആദ്യം നമസ്കരിച്ചാൽ പിന്നെ നമസ്കരിക്കേണ്ടത് അതിഥികളെയാണ്. അപ്പൊ അതിഥികളെ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു ന്യായമുള്ള കാര്യം തന്നെയാണ്. നന്മയുടെ നല്ല പ്രതീകമാണത്. നമസ്കാരം. ആരായത്? വൈദ്യന്റെ സുഹൃത്താണ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ. നിങ്ങളുടെ റിസൾട്ട് ഞാൻ നോക്കി. ഷുഗറൊക്കെ നോർമലാണ്, പ്രഷർ നോർമലാ, കൊളസ്ട്രോളും നോർമലാ, മറ്റേ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല. പിന്നെ എന്താണ് അതിന്റെ ഒന്ന് ബുദ്ധിമുട്ടെന്ന് അറിയില്ല. എന്തായാലും സമയം ശരിയല്ല. ജോലിച്ചിട്ട് പറഞ്ഞായിരുന്നു. ചത്ത് കിടക്കുക. അയ്യോ പേടിക്കണ്ട, വാച്ചാ. എവിടെയെങ്കിലും നല്ലൊരു റിപ്പയറിനെ കൊണ്ട് ശരിയാക്കുക. രാത്രി 8:30 മണിക്ക് നിന്നതാ. തനിക്ക് യാതൊരുവിധ അസുഖവും ഇല്ല, മനപ്രയാസങ്ങൾ താൻ സ്വയം വരുത്തി വെക്കുന്നതാ. പിന്നെ മദ്യപാനമാണോ എന്നൊരു പ്രശ്നം. മദ്യപാനമാണ് അതിന്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അല്ല, മദ്യപാനമാണ് പ്രശ്നമെങ്കിൽ വൈദ്യുതി മദ്യപിക്കാത്ത സമയം നോക്കി ഞാൻ വരാം. വെളുപ്പിന് ഒരു 5 മണിക്ക് വന്നാലോ വൈദ്യുതി? എന്തിന്? അല്ല, ആ സമയത്ത് നോക്കിയാ. ആര് മദ്യപിക്കുമെന്നാ പറഞ്ഞേ? വൈദ്യുതി. ആരാന്നാ പറഞ്ഞേ? സുഹൃത്താണ് വൈദ്യരെ. ഞാൻ പറഞ്ഞു വിടണോ താൻ പറഞ്ഞു വിടുവോ? പോയിക്കോളൂ. ഈ കോമ്പൗണ്ടിൽ കയറി പോകരുത്. തിരിഞ്ഞു നോക്കണ്ട, പോയിക്കോളൂ. മേലാൽ ഈ ജാതി സാധനങ്ങൾ ഇതിനകത്തേക്ക് കയറ്റരുത്. കേൾക്കണ്ടല്ലോ. വന്നു. അപ്പോ വൈദ്യര് തയ്യാറായി കഴിഞ്ഞു. പല രീതിയിലുള്ള ചികിത്സകൾ ഇവിടെ ഉണ്ടാവും. വൈദ്യര് ചികിത്സിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ കൂടെ ഒരു ബൈസ്റ്റാൻഡറെ കരുതിക്കൊള്ളുക. അപ്പോൾ ആദ്യം വന്നത് ആരാണ്? നാഡി ചികിത്സയുണ്ട്, വന്നോളൂ. ഹലോ. ഈ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ മര്യാദ സംസാരിക്കണം കേട്ടോ. ഞാൻ മര്യാദക്കാണല്ലോ മര്യാദ സംസാരിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. മര്യാദക്കാണല്ലോ സംസാരിച്ചത്. വാടി ചികിത്സയുണ്ട്, എടിയെ പൊട്ടിനൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ സഹോദര, വാടി ചികിത്സയുണ്ട് എന്നല്ല, നാഡി ചികിത്സയുണ്ട്. ഈ ഞരമ്പ് പിടിച്ച് ചികിത്സിക്കുന്ന രീതിയെയാണ് പറയുന്നത്. അല്ല, ഇവര് തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാ. വന്നോളൂ. വരുന്നില്ലേ? നമസ്കാരം വൈദ്യരെ. വന്നോളൂ. നമസ്കാരം. ഇത് വലത് കൈ നീട്ടി പിടിച്ചോളൂ. ഇത് ഇടത് കൈയിലും പിടിച്ചോളൂ. കൈ രണ്ടും അങ്ങ് നീട്ടി വെച്ചോളൂ. കൈക്ക് എന്തെങ്കിലും ഒരു വറവലുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ തേങ്ങയുടെ വില വെച്ച് ഇതൊരു ഭാരമാണോ വൈദ്യര്? ഇതൊരു പുണ്യമല്ലേ വൈദ്യര്? പുണ്യം അവിടെ ഇരിക്കട്ടെ. പുണ്യം തന്നെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. പണ്ടൊക്കെ ഓരോ രോഗികൾ വന്ന് അവരുടെ അസുഖം മാറാവ്യാധികൾ മാറിക്കഴിയുമ്പോൾ അവര് പൈസയായിട്ട് കൊണ്ടുവരുന്നു, അതായിട്ട് കോയിനായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ തേങ്ങയായിട്ട് സമർപ്പിച്ചിട്ട് പോവുക. ഇരുന്നോളൂ. ഇയാളുടെ പേരെന്താ? തുളസി ഒരു വീട്ടിലുള്ളത് നല്ലതാ. തുളസിക്ക് വലം വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതാ. നന്മ വരാൻ നല്ലതാ. മഹാപ്രസാദ ജനനി സർവ്വസൗഭാഗ്യവർദ്ധിനി ആദിവാദിയരാമുക്തം തുളസിത്വം നമസ്തുതേ. ഇതാണ് തുളസിയുടെ മൂലമന്ത്രം. എന്റെ നക്ഷത്രം പറഞ്ഞില്ല. എന്താ നക്ഷത്രം? കനകം മൂലം, കാമിനി മൂലം നല്ല നക്ഷത്രമാ. അസുരഗണമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇനി ഒന്ന് പരിശോധന നടത്തിക്കളയാം. ശ്വാസം ഒന്ന് പിടിച്ചോളൂ, മേലോട്ട് വിട്ടോളൂ. തുറന്ന് വീണ്ടും പിടിച്ചോളൂ, വിട്ടോളൂ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? തിരിഞ്ഞൊന്നിരുന്നോളൂ. ശ്വാസം പിടിച്ചോളൂ, വിട്ടോളൂ. പിടിച്ചോളൂ, വിട്ടോളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ലല്ലോ. പിന്നെന്താ വന്നത്? ഞാൻ എന്റെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നത്. അല്ലാണ്ട് പരിശോധനക്ക് വന്നതല്ല. അതിനാണ് 1-ാം നമ്പർ ടിക്കറ്റ് കൊടുത്ത് അതിരെ അവരെ വീട്ടിൽ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. എന്റെ വൈദ്യരെ ഞാൻ ഇന്നലെ വൈദ്യരെ കല്യാണം വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന വഴിയിൽ ഒരു അപകടം പറ്റിയത്. അയ്യോ, എന്ത് പറ്റി? ഞാൻ ഇങ്ങോട്ട് വന്ന വഴി ഒരുത്തൻ ബൈക്കിൽ വന്നിട്ട് കത്തി വീശിയിട്ട് എന്നോട് 500 രൂപ ചോദിച്ചു. ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അതാണ്. കൈ കാശില്ലെങ്കിൽ അവര് നേരെ ബൈക്കായിട്ട് വരും, ഹെൽമെറ്റും വെക്കും, എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കത്തി കാണിക്കും, മുൾമുനയിൽ നിർത്തും. അവൻ കഴുത്തേ കിടക്കണ മാല ചോദിക്കും, അതുപോലെ കൈ കിടക്കണ വള ചോദിക്കും, കാതി കിടക്കണ കമ്മരി ചോദിക്കും, വില കൂടിയ മൊബൈൽ ചോദിക്കും, പോക്കറ്റിൽ കിടക്കണ കാശി ചോദിക്കും. ഞാനും അങ്ങനെ മുൾമുനയിലായിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തിപ്പോ? 500 രൂപ കൊടുത്തിട്ട് കത്തി മേടിച്ചു. അത് ശരി, അവൻ കത്തി വിൽപ്പനക്കാരനായിരുന്ന? അതവൻ പോയി കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലായി. കത്തി കാണിച്ച് 500 കൊണ്ട് അവൻ പോയി. അപ്പൊ തന്നെ അവനെ കല്യാണം വിളിക്കണ്ടേ? ആ പോയ കാശ് അവൻ തിരിച്ചു കൊണ്ടുവന്ന് തന്നേനല്ല. ചേടാ, അത് നല്ല ഐഡിയ ആയിരുന്നല്ലോ. അപ്പൊ തന്നെ ഇവിടെ വരണ്ടേ? ഈ ഐഡിയ ഇന്നലെ തന്നെ കിട്ടൂലേ?
ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം എന്താ? ആ പിന്നെ കത്തിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് കത്തി വെക്കാൻ വീട്ടിൽ പോയി. അതാണ് ഇന്ന് ആദ്യത്തെ ടോക്കൺ എടുത്തത്. കത്തിയായിട്ട് വന്നാലും കത്തി ഇല്ലേ വന്നാലും ഈ കത്തി വിൽപ്പന ഞാൻ ഇത് കേൾക്കണം. എന്നാ കല്യാണം? വരുന്ന മാസം 1-ാം തീയതി. ചെറുക്കൻ എവിടെയുള്ളതാ? ചെറുക്കൻ വീടിനടുത്ത് തന്നെ. എന്താണാവോ ചെറുക്കന് ജോലി? ഓ ആ കാര്യത്തിലുള്ള ഒരു വിഷമം. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ അങ്ങളെ നമ്മൾ നിസാരക്കാരായിട്ട് കാണരുത്. ഫുൾ ടൈറ്റ് ആയിട്ട് ലോഡായിട്ട് ബസ് വന്ന് നിൽക്കുമ്പോഴും അകത്തോട്ട് കയറി നിൽക്കും, മുന്നോട്ട് കയറിപ്പോ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ എന്ന് നമുക്ക് പ്രചോദനമാകുന്നതും നമ്മളെ കയറ്റിവിടുന്നതും ദൈവങ്ങളല്ല, മഹാത്മാക്കളല്ല, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരാ. അവര് നിസാരക്കാരല്ല, അവരാണ് നമുക്കൊരു പ്രചോദനമായിട്ട് മാറുന്നത്. നല്ലതാ, നല്ല ചെറുക്കനാ, നല്ല ജോലിയാ. അവൻ അന്നന്ന് ജീവിച്ച് അന്നന്ന് പോയിക്കോളും കേട്ടോ. മുട്ടി ഒരുമിയൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങാടാ ഹണിമൂൺ കൊണ്ടുപോകുന്നതോ? അവൾക്ക് കൊടൈക്കനാലിൽ പോണോന്നാ, അവനും ഊട്ടി പോണോന്നാ. അപ്പൊ അവിടെയും തർക്കമാണ് വന്നിരിക്കുന്നത്, കൊടൈക്കനാൽ ഊട്ടി. എന്നിട്ട് ഇപ്പൊ ഏത് ഉറപ്പിച്ചു? കൊടൈക്കനാലിൽ പോണോന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിച്ചു. മോള് തന്നെ ജയിച്ചു. അപ്പൊ നമ്മുടെ മോള് തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു സ്റ്റീം ബാത്ത് ചെയ്തിട്ട് അങ്ങോട്ട് പൊക്കോളൂ. അയ്യോ വേണ്ട, ഞാൻ കുളിച്ചതാ. അതുകൊണ്ടല്ല, ഒരു സ്റ്റീം ബാത്ത് ഒരു തടവല ഒഴിച്ചിരുവങ്ങ് നടത്തിയിട്ട് അങ്ങോട്ട് പൊക്കോളൂ. എന്റെ പൊന്നു വൈദ്യരെ, കല്യാണം കഴിയുമ്പോ മൊത്തം നീരുവീഴ്ച നീർക്കെട്ടും ആകുമല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരണം. അപ്പൊ വരണം, അത് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ട് പോയിക്കോളൂ. ജോസിയുടെ നമ്പർ അങ്ങോട്ട് ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ വൈദ്യര് കല്യാണത്തിന് എന്തായാലും നോക്കാം, ശ്രമിക്കാം കേട്ടോ. ഞാൻ വന്നാലും കല്യാണം നടക്കുമല്ലോ. എന്നാ പിന്നെ ആ വഴിക്ക് നടക്കട്ടെ. ശരിയാണ്. അടുത്താളോ? മര്യാദ സംസാരിക്കരുത് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു? പിന്നെ കറുത്താള് വരാൻ പറഞ്ഞു. അയ്യോ, കറുത്താള് വരാനല്ല പറഞ്ഞത്, അടുത്ത ആള് വരാൻ. ബോഡി ഷേമിംഗ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പമേ ഇരിക്കും. നമസ്കാരം. ആയിരുന്നോളൂ. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. പേരെന്തെന്നാ? എന്റെ പേര് സദാശിവൻ. എന്താ സദാശിവന്റെ പ്രശ്നം എന്താ? നമ്മൾ ഈ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരു ഭയങ്കര ഇതുള്ള മെയ്വഴക്കമുള്ള കുടുംബത്തിലാണ്. എന്താണ് കളി? അച്ഛൻ ഡിസ്കോ ഡാൻസർ ആണ്. മെയ്വഴക്കോ? അമ്മയാണ്. അമ്മയെ പിടിച്ചൊന്നും ഇടണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എനിക്ക് വിശ്വസിക്കാവുന്നേ ഉള്ളൂ. അതല്ല, അമ്മയാണെങ്കിൽ പിന്നെ ഈ സർക്കസിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് മെയ്വഴക്കമുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ. നിങ്ങൾ കളരിയും യോഗ വല്ലതും ഉണ്ടോ? യോഗയുണ്ട്. യോഗം കൂടുന്നതും യോഗം കാണുന്നതും യോഗ ചെയ്യുന്നതും ഒക്കെ നല്ലതാ. അതെ അതെ, ഞാൻ യോഗം കാണാറുണ്ട്. ക്ഷമ വരും. അത് തന്നെ. അപ്പം എന്താണ് അസുഖം എന്ന് വെച്ച് പറയാം, നിങ്ങളുടെ എന്താണ് പ്രയാസം, എന്നാൽ അറിഞ്ഞാലല്ലേ എനിക്ക് ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ. പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കൂല. അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെന്നും ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൈ പൊക്കിയാലും നമുക്ക് അങ്ങനെ പൊങ്ങൂല. മാക്സിമം ഇത്രേ പൊങ്ങുള്ളൂ. അവിടെ വരെ പൊങ്ങുള്ളൂ. കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ നല്ല പൊങ്ങിക്കൊണ്ടിരുന്നു. അത് ഒരാഴ്ച ചെല്ലും തോറും ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്ര പൊങ്ങും. കൈക്ക് പേശിപിടുത്തമുണ്ട്, അതിന്റെ ഒരു ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്, നാഡീ ഞരമ്പുകൾക്ക് വീക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് നമ്മുടെ കഷായവും അതുപോലെ ഉഴിച്ചിലും പിടിച്ചിലും ഒക്കെ വേണ്ടി വരും. ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ പിടുത്തം ഉണ്ടാകുന്നത്? നമ്മളിപ്പോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഡോക്ടർ ഇപ്പൊ വൈദ്യരെ ഇപ്പൊ നമ്മള് എഴുന്നേറ്റ് കഴിഞ്ഞ് നമുക്ക് പോകാനായിട്ട് എവിടെയെങ്കിലും പോകാനായിട്ട് നമുക്ക് കൈ ഇങ്ങനെ പൊങ്ങത്തില്ലേ? അവിടെ വരും മുകളിലേക്ക് ഇങ്ങനെ നീങ്ങുന്നില്ല. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ ഇടതേകാല് പൊക്കി കഴിഞ്ഞാലും ഇത്രേ പൊങ്ങും. ഈ സാധനം ഇങ്ങനെ വരൂല. ഈ ജോയിന്റ് ആകുന്നില്ല. ഇടത് കാല് പൊക്കി പൊങ്ങുന്നില്ല. വലത് കാല് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ വലത് കാലിലേക്ക് വെച്ചാലും ഇത്രേ വരുന്നുള്ളൂ. നമുക്ക് ഇതൊന്നും ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് പറഞ്ഞാൽ നിവർന്ന് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ പറ്റുന്നില്ല, കൈ പൊങ്ങുന്നില്ല. വലത് കാലം ഇങ്ങനെ ഇട്ട് കുമ്പിട്ട് പിന്നെ ഇടത് കാല് വന്ന് പിന്നെ ഇങ്ങനെ മേളിലേക്ക് കൈ ഇങ്ങനെ വെക്കുമ്പോ ഈ സാധനം പൊങ്ങുന്നില്ല. എത്ര വയസ്സുണ്ട് ഇപ്പോ? 48 വയസ്സായി. ഈ 48 വയസ്സുള്ള സമയത്ത് ഈ വക അഭ്യാസങ്ങൾ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മര്യാദക്ക് നിന്നൂടെ? അപ്പൊ എനിക്ക് ഷെഡ് ഇടണ്ടേ? അത് ശരി. അഴയെന്ന് എടുത്ത് മനസ്സിലായി. ഇങ്ങനെ എടുത്ത് കയറ്റി വലിച്ചിടണ്ടേ? പറ്റണല്ല. ഇപ്പൊ തൽക്കാലം ഞാനൊരു മരുന്നിന് എഴുതി തരാം, അത് കഴിക്ക്. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വാ. അപ്പൊ നമുക്ക് നിക്കർ ഇടാനും പിന്നെ പാന്റ് ഇടാനും ഒക്കെ ഉള്ള ഒരു അവസരത്തിലേക്ക് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അതുവരെ ഇപ്പൊ തൽക്കാലം ഒന്നും ഇടാതെ അങ്ങോട്ട് തൽക്കാലം നടക്കും. ഓക്കെ കേട്ടാ? ശരി. ശരി, പോട്ടെ. പോയിക്കോ. ഓരോ അസുഖങ്ങളും ഓരോരുത്തർക്ക് ഈ പ്രായത്തിൽ ഓരോരുത്തർക്ക് ഉണ്ടാവുന്നു. വൈദ്യരുണ്ടോ? ഹൈദര് അവിടെ ഇറച്ചിക്കട കാണും. ഹൈദരല്ല, വൈദ്യരുണ്ടോ? വൈദ്യര് അവിടെ ഉണ്ട്. ഞാൻ കണ്ടു. എന്താണ് അസുഖം? ജട്ടി അപ്പുറത്താ? അതല്ല, ജട്ടി.
ആ വന്നോളൂ ഇരുന്നോളൂ. എന്താണ് ഞായറാഴ്ച ആയിട്ട് വന്നിരിപ്പുണ്ടല്ലോ? നമുക്ക് അങ്ങനെ ഒഴിവ് ദിവസം ഒന്നും ഇല്ലല്ലോ. സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അല്ല എല്ലാ ദിവസവും വർക്കിംഗ് ഡേ. ഞാൻ ഇടക്ക് വരാറുണ്ട് ഇവിടെ. ഞാനിവിടെ വന്നു പോകുന്നതൊക്കെ ഞാൻ CCTV ക്യാമറയിൽ കാണാറുണ്ട്. ഞാൻ വിചാരിച്ചത് പോലെ പോക്കറ്റടിക്കാരനാണെന്നാ. അയ്യോ അല്ല, ഞാൻ വിവരം പറയാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ നിറച്ച ആൾക്കാരായിരിക്കും ഇവിടെ. പോളിൻ രോഗികളായിരിക്കും. ഇന്നിപ്പോ ഇത്തിരി കുറവാ. അതെ, അപ്പൊ ഏതായാലും ഇന്നിപ്പോ കാണാൻ പറ്റിയത് എന്താ തന്റെ അസുഖം എന്താ? ഭയങ്കര മനപ്രയാസം, ടെൻഷൻ, ഉറക്കമില്ലായ്മ. വേറൊന്നല്ല. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 42. 40-42 കഴിഞ്ഞു കഴിഞ്ഞാൽ മനപ്രയാസവും ടെൻഷനും താളം തെറ്റലും ഒക്കെ ഉണ്ടാകും. ആണല്ലേ? പിന്നെ വായ കിടന്ന് മൂത്രമൊഴിക്കുന്നവരൊക്കെ ഉണ്ട്. ആഹാ, അതില്ല. പക്ഷെ എനിക്ക് വൈഫാണ് പ്രശ്നം. വൈഫിനാണെങ്കിൽ വൈഫിനെ കൊണ്ടുവരണം. അപ്പൊ അങ്ങനല്ല, ഞാനും വൈഫും കൂടി നേർക്ക് നേര് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വഴക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വഴക്ക്, സിനിമ കാണാൻ പോകുമ്പോൾ വഴക്ക്, TV കാണുമ്പോൾ വഴക്ക്, യാത്ര പോകുമ്പോൾ വഴക്ക്, നേരെ കണ്ടുവിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വഴക്കാം. ഒരു സമാധാനം ഇല്ല വൈദ്യുതി. വീട്ടില് വൈഫും നിങ്ങളും മാത്രമുള്ള? ഇല്ല, അമ്മയുണ്ട്. അപ്പൊ അച്ഛനില്ല? അച്ഛൻ അറ്റാക്കായിരുന്നു. അച്ഛൻ ഒറ്റക്ക് എവിടെ പോയി താമസിക്കുന്നത്? ഒറ്റക്കല്ല, അറ്റാക്ക് വന്ന അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അച്ഛൻ അറ്റാക്ക് വന്നപ്പോ അമ്മ ഒറ്റക്കായി. അമ്മ ഒറ്റക്കായി. അപ്പൊ അമ്മ ഒരു മുറി, നിങ്ങളൊരു മുറി അല്ലെ? അതെ, ഞങ്ങള്. അപ്പൊ ഈ നിങ്ങളും വൈഫും തമ്മിലാണ് വഴക്ക്? അതെ, ഇടക്ക് അമ്മയും വൈഫും തമ്മിൽ വഴക്കിടാറുണ്ട്. അപ്പൊ നിങ്ങൾ ആരുടെ സൈഡ് നിൽക്കും? അപ്പൊ ഞാൻ അടുക്കളയുടെ സൈഡ് പോയി നിൽക്കും. അവിടെയാണ് സേഫ്. അതാണ് സേഫ് സൈഡ്. അപ്പൊ നിങ്ങളും വൈഫും തമ്മിൽ വഴക്കിടുമ്പോ അമ്മ എന്ത് ചെയ്യും? അമ്മയാണ് ഈ വഴക്കിന് തിരി കൊളുത്തിട്ട് അമ്മ പോയി കിടന്നുറങ്ങും. അമ്മയാണ് വീടിന്റെ വിളക്ക്, വെളിച്ചം. നിങ്ങൾ ഇവിടെ കിടന്ന് കരിമരുന്ന് പ്രയോഗത്തിന്റെ ഇവിടെ ടപ്പോടിപ്പോടെ അമ്മ. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം വൈദ്യുതി പറഞ്ഞു തരണം. എടോ, ഇതിനൊന്നും ഒരു മാർഗവും ഇല്ല. ഇതിനൊക്കെ മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാതെ ഈ വൈദ്യശാലയം തുറന്ന് ഈ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുമായിരുന്ന.